ഇടതുമുന്നണിയിലെ ഒരു പാർട്ടി UDFിൽ ഉടൻ എത്തുമെന്ന് മുസ്ലിം ലീഗുകാർ പ്രവചിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ് ആ പാർട്ടി എന്ന് വ്യക്തമല്ല. അത് ഏത് പാർട്ടി ആയാലും എന്തിനു വേണ്ടിയായിരിക്കും അവർ UDFിൽ എത്തുക എന്ന കാര്യം വ്യക്തമാണ്. കത്തുന്ന പുരയിലേക്ക് ഓടിക്കയറാൻ ധൈര്യം കാണിക്കുന്ന ആ സാഹസികർ ആരായാലും അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവാതിര ആരംഭിക്കും. സംസ്ഥാന CPMലെ വിഭാഗീയത അന്വേഷിക്കുന്ന PB കമ്മീഷനിൽ നിന്നാണെന്ന് തോന്നുന്നു KM മാണിക്കെതിരായ ബാർക്കോഴ കേസ് അന്വേഷിക്കുന്ന സംഘം അന്വേഷണം പഠിച്ചത്. രണ്ടും ഇങ്ങനെ നീണ്ടു പോവുകയാണ്. തനിക്കെതിരായ അന്വേഷണം നീണ്ടുപോകുന്നതിൽ KM മാണിക്ക് പരാതിയുണ്ട്. VSന് പക്ഷേ അങ്ങനെ ഒരു പരാതിയേയില്ല. ഒന്നും വച്ച് താമസിപ്പിക്കരുത് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു കുറ്റപത്രം തയ്യാറാക്കി വിചാരണ ആരംഭിച്ചു വെച്ചത്. കോർട്ട് മാർഷൽ നടപടികൾ തുടങ്ങാം. ബോധപൂർവം കരുതിക്കൂട്ടി വധിച്ചതിന്റെ കോർട്ട് മാർഷൽ. ദാറ്റ്സ് ഓൾ സർ. UDF പ്രതിസന്ധി നേരിടുന്ന പല ഘട്ടങ്ങളിലും അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുമാറ് വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയും വിധം പാർട്ടിക്കെതിരെ പരസ്യമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്ന സഖാവ് VS പതിവ് പോലെ ഇത്തവണയും അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളാണ് പാർട്ടിക്കെതിരെ ഉന്നയിച്ചത്. കേരളത്തിലെ പാർട്ടിയെ പരസ്യമായി അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പരസ്യ പ്രസ്താവന സഖാവിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യമായല്ല ഉണ്ടാകുന്നത്. ചർച്ചയുടെ അവസാനം പാർട്ടി സ്വീകരിക്കുന്ന തീരുമാനം അംഗീകരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സന്നദ്ധനല്ല എന്ന് മുമ്പ് പല ഘട്ടത്തിലും സഖാവ് തെളിയിച്ചിട്ടുണ്ട്. എന്താ നിങ്ങളുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഈ കുറ്റം സമ്മതിക്കുന്നുണ്ടോ? കഴിഞ്ഞ 5 പാർട്ടി കോൺഗ്രസുകൾ വ്യക്തത വരുത്തിയ പ്രശ്നങ്ങളാണ് സഖാവ് VS ഇപ്പോൾ വീണ്ടും ഉന്നയിക്കുന്നത്. ഏതൊരു പാർട്ടി സഖാവും പാർട്ടി തീരുമാനം അംഗീകരിക്കാനും നടപ്പാക്കാനും ബാധിതപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിലും തനിക്കത്തരം സംഘടനാ തത്വങ്ങളൊന്നും ബാധകമല്ല എന്നാണ് സഖാവ് VS വ്യക്തമാക്കുന്നത്. What do you say? Guilty or not guilty? പറ്റിയ തെറ്റ് തിരുത്താനുള്ള ശ്രമമാണ് ഏതൊരു സഖാവും നടത്തുക. പക്ഷേ സഖാവ് VS തിരുത്താൻ തയ്യാറില്ലെന്ന് മാത്രമല്ല പഴയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ്. Guilty or not guilty? Sir. കേരളത്തിലെ ഏറ്റവും സീനിയറായ പാർട്ടി നേതാവായ സഖാവ് VSനോട് മുമ്പ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് സെക്രട്ടേറിയറ്റ് ഉദ്ദേശിക്കുന്നത്. ഈ കോർട്ട് മാർഷൽ ഇതോടുകൂടി അവസാനിക്കുകയാണ്. വിധി പ്രഖ്യാപിക്കുന്നത് നാളെ രാവിലെ 10 മണിക്കാണ്. കോടിയേരിയുടെ കുറ്റപത്രം ചില കാരണങ്ങളാൽ സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല. VSും പാർട്ടിയും രണ്ടും രണ്ടാണെന്നറിയാത്തവരായി ആരുമില്ല. പാർട്ടി സ്വന്തമായി ഉണ്ടാക്കുന്ന ചീത്തപ്പേരിലും വലുതായി എന്തെങ്കിലും ദോഷമുണ്ടാക്കാൻ VSന് കഴിയുമെന്നും ആരും കരുതുന്നില്ല. അപ്പോൾ പിന്നെ VS പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കി എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. പിന്നെ എളമരം കരീം ഉണ്ടാക്കുന്നത് മതിപ്പും VS ഉണ്ടാക്കുന്നത് അവമതിപ്പും എന്നൊക്കെ പറഞ്ഞാൽ ചാക്ക് രാധാകൃഷ്ണന് പോലും ചിരി വരും. ഇവിടെ പ്രശ്നം ഞാൻ, ഞങ്ങൾ എന്നിങ്ങനെ 2 വാക്കുകളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസിപ്പിക്കേണ്ടതുണ്ടെന്നാണ് സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചത്. ഇത് വ്യക്തിപരമായ തൻ്റെ അജണ്ടയാണെന്ന് തോന്നുമാറാണ് സഖാവ് VS അവതരിപ്പിക്കുന്നത്. ഉണ്ടായിട്ടുള്ള തെറ്റുകൾ തിരുത്തി ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികളുമായിട്ടുള്ള യോജിപ്പ് കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് അനിർവര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഞാൻ മുൻകൈ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന അവസരങ്ങളൊക്കെ ഞാൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ സഖാവ് VS പ്രസ്താവിച്ചതായിട്ട് കാണുന്നത്. ഞാൻ മുൻകൈ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നേരിട്ട് ഈ കക്ഷികളുടെ നേതാക്കളുമായി സംസാരിക്കാനും ഒക്കെ അതെല്ലാം തന്നെ കിട്ടുന്ന അവസരം ഞാൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അങ്ങേക്കുണ്ട്? പൂർണ്ണമായ വിശ്വാസം. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വത്തെയും മാറ്റി നിർത്തി ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികളുമായുള്ള യോജിപ്പ് ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഞങ്ങൾ ആരാണ്? ഉണ്ടായിട്ടുള്ള തെറ്റുകൾ, ക്രമക്കേടുകൾ എല്ലാം തിരുത്തി അവരോടെല്ലാം തന്നെ സൗഹൃദമായി ബന്ധപ്പെട്ട് അവരെയെല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും ഞങ്ങൾ നടത്തുക. സംസ്ഥാനത്ത് ഒരു സമാന്തര പാർട്ടി നേതൃത്വത്തിന് താൻ നേതൃത്വം നൽകുമെന്നാണോ സഖാവ് VS ഉദ്ദേശിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു നീക്കവും പാർട്ടി വെച്ച് പൊറപ്പിക്കുകയില്ല. VS ഞങ്ങളെന്ന് പറഞ്ഞാൽ ആ ഞങ്ങളിൽ താനില്ല എന്ന കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണന് നല്ല നിശ്ചയമാണ്. അതുകൊണ്ടാണ് VS പറഞ്ഞ ഞങ്ങൾ ആരാണെന്ന് കോടിയേരി ചോദിച്ചത്. അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുണ്ട്. തീരുമാനം തങ്ങളെടുക്കുമെന്ന് ലീഗുകാർ സാധാരണ പറയാറുണ്ട്.
ആ തങ്ങളെപ്പോലെ ആരോ ആണ് ഈ ഞങ്ങളെന്ന് വിചാരിച്ചിരിക്കാം. VSനെതിരെ ഇങ്ങനെ പ്രമേയങ്ങൾ എഴുതി പേപ്പർ കളഞ്ഞ് നാണം കെടാം എന്നല്ലാതെ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് ആർക്കും പ്രതീക്ഷയില്ല. നാണം ബാക്കിയുള്ള കാലത്തോളം പ്രമേയമിറക്കാം. അല്ലാതെ കോടിയേരി വിചാരിക്കുന്ന പോലെ VS നന്നാകുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. അനുസരിച്ച് ആർക്കെതിരെ കേസ് വന്നാലും VS അച്യുതാനന്ദനെതിരെ കേസ് വന്നാലും അന്വേഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മാണിയോടും എക്സൈസ് മന്ത്രി ബാബുവിൻ്റെയും പ്രശ്നത്തിൽ ഈ കേസ് വന്നപ്പോൾ എല്ലാം അന്വേഷണം വന്നിട്ടുള്ളതാണ്. അതേപോലെ സ്വാഭാവികമായി അന്വേഷണം നടക്കും. ആ 2 കുഞ്ഞുങ്ങളും ശശീന്ദ്രൻ എന്ന അച്ഛനും അവരുമായിട്ടുള്ളതുമായിട്ടും ഈ ചാക്കുമായിട്ടുള്ളതിൽ ബന്ധം കേസ് നടക്കുകയാണ്. അത് സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അന്വേഷണം വരും. ഈ പ്രമേയത്തോടൊപ്പം VSന് ഒരു നിർദ്ദേശവും പാർട്ടിക്ക് നൽകാമായിരുന്നു. ഇനി മുതൽ VS പ്രസ്താവന ഇറക്കുമ്പോൾ ഞങ്ങളും CPM സംസ്ഥാന സമിതിയുമെന്ന് പ്രത്യേകം പറയണം എന്നൊരു നിർദ്ദേശം. ഉദാഹരണമായി വർഗീയതയ്ക്കെതിരെ ഞങ്ങളും CPM സംസ്ഥാന സമിതിയും രംഗത്തിറങ്ങും എന്ന് പറയണം. പ്രമേയത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ കഴമ്പുണ്ട്. UDF എന്തെങ്കിലും പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും VS ചെയ്യാറുണ്ട്. ഇനി VSൻ്റെ ശ്രദ്ധ തിരിക്കലിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് VSനെതിരെ പ്രസ്താവന ഇറക്കി അതിന് വേണ്ടതിലധികം ശ്രദ്ധ നേടിക്കൊടുക്കാറുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് UDFനെ സഹായിക്കുന്നത്? ആരായാലും ശരി, കോടിയേരിയും സംഘവും പാർട്ടിയിലെ VS മാലിന്യം കളയാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം ഇന്ന് ആരംഭിക്കുന്നത്. മഴക്കാലം ആരംഭിക്കുന്നതോടുകൂടി സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉണ്ടായ അനുഭവം അതാണ്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം പല പ്രദേശങ്ങളിലായിട്ടുള്ള മാലിന്യ കൂമ്പാരമാണ് കേരളം ഒരു രോഗാതുരമായ ഒരു സംസ്ഥാനമാക്കി മാറ്റിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി CPIM വിവിധ സന്ദർഭങ്ങളിൽ മാലിന്യ വിമുക്ത പ്രവർത്തനത്തിൽ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പരസ്യ പ്രസ്താവനകൾ VSന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. അതേ നിലപാട് തുടരുകയും പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് VS തരം താണിരിക്കുന്നു. ഉറവിടങ്ങളിൽ മാലിന്യം സംസ്കരിക്കുന്ന ഒരു പദ്ധതി വിപുലമായി ഇവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. RSPക്കാരും വീരേന്ദ്രകുമാറും വരാനും അവരെയാകെ അണിനിരത്താനുമാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിയെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് CPMന് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനമാണ് CPIM. വിവിധ രീതിയിൽ സമൂഹത്തിലെ എല്ലാ തുറകളിലുള്ളവരുടെയും പിന്തുണ ഇതിന് ലഭിക്കുന്നുണ്ട്. തുടർന്നും ഈ പ്രവർത്തനത്തിൽ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം. ഈ സംരംഭം നാം പ്രസംഗിച്ച് സമയം കൂടുതൽ എടുക്കേണ്ടുന്നൊരു പരിപാടിയല്ല. ഇത് മാനസികമായുള്ള പിന്തുണയല്ല ഇതിന് വേണ്ടത്. ശാരീരികമായി തന്നെ ഇടപെട്ടാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. വൈകുന്നേരം വരെ പ്രസംഗിച്ചതുകൊണ്ട് മാലിന്യം നീക്കം ചെയ്യാൻ പറ്റില്ല. മുൻ സെക്രട്ടറി പിണറായി വിജയൻ കൈമാറിയ മാലിന്യങ്ങളുമായി പാർട്ടി തലപ്പത്തെത്തിയ കാരണം മാലിന്യ നിർമ്മാർജ്ജന പരിപാടി കോടിയേരിക്ക് മുന്നോട്ട് കൊണ്ടുപോയേ തീരൂ. പ്രമേയം പാസാക്കി കളയുന്ന സമയത്ത് മെയ്യനങ്ങി നാട്ടുകാർക്ക് ഗുണമുള്ള വല്ല പണിയും ചെയ്തുകൂടെ എന്ന ചോദ്യം ന്യായമായും ഉണ്ടാകും. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാകണം ആ വഴിക്കും പാർട്ടി തിരിയുന്നത്. എന്താ ഇത്? ഞാൻ ഭിക്ഷക്കാരനല്ല, കൊതുകിന് മരുന്നടിക്കാൻ വന്നതാ. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. കുറേ പൈസ നമുക്ക് കിട്ടിയത് കൊണ്ടും ഈ മാലിന്യം നീക്കം ചെയ്യാൻ കഴിയില്ല. ഗവൺമെൻറ് കോടികൾ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കും. അതുണ്ടായതുകൊണ്ട് എന്ത് കാര്യം? അത് ചെയ്യാനുള്ള മാനവ വിഭവശേഷി ഉപയോഗപ്പെടുത്തണം. കണ്ടില്ലേ, മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മന്ത്, പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായിട്ട് എത്തിയതാണ് ഞാൻ. എന്റെ പേര് തങ്കക്കുട്ട. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സഹകരണത്തോടുകൂടി ഇത്തരം പരിപാടികൾ ഏറ്റെടുക്കാൻ
CPIM സന്നദ്ധമാണ്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ എവിടേക്കാന്ന് പറയാമോ? എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാൽ മതി, 100 മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഗുണം ചെയ്യും. മനസ്സിലായോ? അതാണ് മങ്കക്കുട്ടൻ. മാറ്റട്ടെ. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയിട്ടുള്ള വിവിധ രോഗങ്ങൾ വരും മാസങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാണ്. ഇനി ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞാലും ഇതുപോലുള്ള മാലിന്യങ്ങളൊക്കെ തന്നെയാകും കാണാനുണ്ടാവുക. മൂക്കുപൊത്തി കാത്തിരിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ 1ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കാനായി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തി. ഒരു കണക്കിന് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും ഒരുപോലെയാണ്. മോദി എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകും, രാഹുൽ പോകുമ്പോൾ പോയാൽ പോയി വന്നാൽ വന്നു. ഈ ഒരു വ്യത്യാസം മാത്രം. രണ്ടായാലും രണ്ടുപേരും മിക്ക സമയവും നാട്ടിലില്ല. ഏതായാലും മോദിയുടെ വാർഷികം കലക്കാൻ കോൺഗ്രസും ചില പരിപാടികൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പാർട്ടി വക്താക്കളായി താരങ്ങളെ സംസ്ഥാനങ്ങളിലേക്ക് അയക്കുകയാണ് പരിപാടി. കേരളത്തിലെത്തിയത് നടി ഖുഷ്ബുവാണ്. My apologies for speaking in English because if I had to speak in Malayalam, I'm sure this place would have been vacated in a minute. Madam, please. Okay. ഞങ്ങൾ സിനിമ ക്രേസ് ഉള്ളവരാ. മനസ്സ് മുഴുവൻ സിനിമയാ. ഐ വാസ് ആൻ ആക്ടർ. ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. Nice. താങ്ക് യു. എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ്. ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും. എന്നെ ഒന്ന് സഹായിക്കണം. சாரிங்க, நான் இங்க வந்ததே ஒரு ஃபேமிலி கெட் டுகெதர்க்காக. எல்லாருமா சோஷியல். അറിയാം. എന്നാലും ഒരു ചാൻസ് തരാൻ നോക്കൂ. ഒരു സീൻ മതി. ഞാൻ ശിവാജി ഗണേശനെ പോലെ അഭിനയിക്കും. വന്നത് വരാതത് തന്നത് തരാതത് കിടത്തത് കിടക്കാതത്. சரி சரி, நான் டைரக்டர் சார் கிட்ட சொல்றேன். People do not understand what Congress has done to them. Congress has done lots for the people of this country. Like I said before I started this, I said we are not pompous about what we have done. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ, I see. Yes, I am in the sea. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. Slim beauty na ഉദ്ദേശിച്ചത്. We smile is because we always see on the positive side. We always like to see on the positive aspects. Unfortunately, few of them would like to see on the negative. If smiling is a crime in India today, then what? Is it a crime to smile? അടുത്ത പടത്തിൽ എന്നെ ഹീറോ ആക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. മിക്കവാറും ഞാൻ ജോലി കളയും. മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്കുക. സമയം നന്നായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു കണക്കിന് അതാണ് സുധീരന് നല്ലത്. കേരളത്തിലെ അഴിമതിയൊക്കെ കണ്ട് ഒന്നുറക്കെ പ്രതിഷേധിക്കാൻ പോലും കഴിയാതെ നല്ല പിള്ളയായി അഭിനയിക്കുന്നതിലും നല്ലത് വല്ല സിനിമയിലും അഭിനയിക്കുകയാണ്. പാർട്ടിയായ പാർട്ടികളിലെ താരങ്ങളായ താരങ്ങളൊക്കെ വാർത്താ സമ്മേളനം നടത്തി മുന്നേറുമ്പോഴാണ് PC ജോർജിനെ ഓർത്തുപോകുന്നത്. ചീഫ് വിപ്പ് സ്ഥാനം പോയ ശേഷം പഴയ ഒരു ഗ്ലാമർ PCക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊരു സങ്കടം. സത്യം പറഞ്ഞാൽ പണ്ട് പറഞ്ഞതിലും നല്ല പഞ്ച് ഡയലോഗുകളൊക്കെ ആളിപ്പോഴും പറയുന്നുണ്ട്. ഒന്നിനും വേണ്ടത്ര പോലെ ഒരു പ്രാധാന്യം കിട്ടുന്നില്ല എന്ന് മാത്രം. പദവിയില്ലെങ്കിൽ പഞ്ച് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. ക്യാബിനറ്റ് കൂടിയിട്ട് മന്ത്രിമാർ 21 കൂടെ കൂടിയിരുന്ന് മുഖ്യമന്ത്രി നേരത്തെ വീതം വെക്കുകയല്ലേ. ഈയിടെ ഒരു കേസിൽ ഒരു മന്ത്രി എന്നോട് ചോദിക്കരുത് അതിന്റെ വിശദാംശം. തെളിവില്ലാത്തതുകൊണ്ട് തെളിവ് കിട്ടിക്കഴിഞ്ഞ് ബാക്കി പറയാം. മുഖ്യമന്ത്രി 25 ലക്ഷം മേടിച്ചു, മന്ത്രിക്ക് 5 ലക്ഷം, ബാക്കി 20 ലക്ഷം. ആ 20 ലക്ഷം മുഖ്യമന്ത്രി പറഞ്ഞ ആളിൽ ചെന്നു. അതിൽ 10 ലക്ഷം കൊല്ലത്തൊരു സ്ഥാപനം ഉണ്ടാക്കാൻ കൊടുത്തു. ഉമ്മൻചാണ്ടി അറിഞ്ഞ ബാക്കി 10 ലക്ഷം എവിടെ കൊടുത്ത് കണക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കും. വരട്ടെ പറയാം. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള കൊള്ള മാത്രമേ ഈ സംസ്ഥാനത്തുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുമെന്നേ. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുള്ള വ്യഭിചാരമേ ഉള്ളൂ ഈ രാജ്യത്ത്. അറിയാമോ? നാണം കെട്ട ഒരു ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് തുടർന്ന് പറയുന്നവൻ കേരളത്തിന് ശത്രുവാണ്, കർഷകന്റെ ശത്രുവാണ്, മനുഷ്യ ശത്രുവാണ്. കർഷകന്റെ മാത്രമല്ല, മനുഷ്യന്റെ ശത്രുവാണ്. ഇത് അമേദ്യത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ ഗവൺമെന്റ് അതിനെ എങ്ങനെ രക്ഷിച്ചെടുക്കാനായി? ഇത് പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വിജിലൻസ് കേസിൽ ഇടപെടും എന്ന് ഞാൻ നിൽക്കുമ്പോൾ ഇടപെട്ട് രക്ഷിച്ചോളാമെന്ന് ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ കേരളാവസ്ഥ KM മാണി ഒഴിച്ചുള്ള MLA-മാരെല്ലാം കൂടെ ചെന്ന് കണ്ടപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഞാൻ ഉറപ്പ് തന്നതാണ്. പേടിക്കേണ്ട, വിജിലൻസ് കേസൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, പേടിക്കേണ്ട എന്ന് വാക്ക് തന്നതാണ്.
ദൈവത്തെ സാക്ഷ്യപ്പെടുത്തി സത്യമാണ് ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്നത് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ വെച്ചാൽ സംസാരിച്ചത്, ഡേറ്റ് ചെയ്യാൻ ഓർക്കുന്നില്ല. അത് കഴിഞ്ഞാണ് ഞങ്ങൾ മാണിയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടി തീരുമാനിച്ചാണ് അങ്ങോട്ട് ചെന്നത്, ആലോചിച്ചിട്ട് തന്നെ ചെന്നത്. ഒന്നും പേടിക്കണ്ട, ഞങ്ങളല്ലേ ഉള്ളത്, ഞാനല്ലേ ഉള്ളത്, ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് രമേശനെ കാണാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടേ ഒന്നും പുള്ളിയോട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞേക്കാൻ പറഞ്ഞു. പുള്ളിയോട് ചെന്ന് സ്ട്രോങ് ആണ് പുള്ളി പറഞ്ഞ കേട്ട ചിരി വന്നു, കാളപൂത്രം പറഞ്ഞു. ഷോ മാണി സാറ് ഇതാര് പറഞ്ഞു, ഒരു ചെറിയ എൻക്വയറി ഒക്കെ അതൊക്കെ നടത്തി തീർത്തില്ലെങ്കിൽ കോടതി പിടിക്കും, അതുകൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കോടതി പിടിക്കാതുള്ള എൻക്വയറി ആന്നാ രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്റെ കേക്കലാ പറഞ്ഞു, ഞാൻ കൊച്ചിനെ പിടി സത്യം ചെയ്തോല്ലേ. പിന്നെ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. നിയമസഭയുടെ സ്പീക്കർക്കും ചിലത് പറയാനുണ്ട്. കേരളത്തിലെ ഏറ്റവും നല്ല നിയമസഭ കേരളത്തിലെ നിയമസഭയാണെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. കേരളത്തിൽ ഏറ്റവും നല്ല നിയമസഭാ മന്ദിരമുള്ളത്, നിയമസഭാ ഹാളുള്ളത് കേരളത്തിലാണ് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല നിയമസഭാ സ്പീക്കർ കേരള നിയമസഭയുടെ സ്പീക്കർ തന്നെയാകും. ഇനി പറയാനുള്ളത് കുട്ടികളോടാണ്. ഇന്ത്യൻ പാർലമെന്റ് പോലും നമ്മുടെ കേരളത്തിന്റെ മാതൃക പിന്നീട് അവർ പിന്തുടർന്നു. ഇത്രയും മനോഹരമായ സംവിധാനമുള്ള ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ മാതൃകയാകും. നമ്മളെ കണ്ട കേരളത്തെ കണ്ടാണ് മറ്റ് പല സംസ്ഥാനങ്ങളും പല നിയമവും നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ എടുത്തു പറഞ്ഞത് ഇന്ത്യയിൽ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും മാതൃകയായി നമ്മുടെ ഈ കേരള നിയമസഭ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഈ ചെറുപ്രായത്തിൽ തന്നെ നിയമസഭ കാണാൻ അവസരം കിട്ടിയ നിങ്ങൾക്ക് ഭാവിയിൽ നിയമസഭയിൽ MLA-മാരായി കടന്നു വരുന്നതിന് ആഗ്രഹം ഇപ്പോഴേ ഉണ്ടാകണം. നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത് ആശംസയല്ല, ശാപമാണ്. കുട്ടികളെ ഇങ്ങനെ ശപിക്കരുത്. കേരളത്തിൽ ഏറ്റവും നല്ല നിയമസഭാ മന്ദിരമുള്ളത്, നിയമസഭാ ഹാളുള്ളത് കേരളത്തിലാണ് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ. രാഷ്ട്രീയക്കാർക്ക് മാത്രം പ്രാധാന്യം കൊടുത്തു എന്നൊരു പരാതി വേണ്ട. രാഷ്ട്രീയ ചർച്ചകളിൽ ഈ വാരം താരമായ രാഷ്ട്രീയക്കാർക്ക് വേണ്ടപ്പെട്ട എന്നാൽ രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ കൂടി. ഈ പോയ മനുഷ്യനെ അറിയാമോ? 20 ബിഗ് കൺസേൺസ് ഉള്ള ഒരു മൾട്ടി മില്യണയർ. ഇയാളുടെ കമ്പനിയുടെ സെയിൽസ് പ്രൊമോഷൻ നമുക്ക് കിട്ടിയാൽ ഈ ഒറ്റ ഓർഡർ കൊണ്ട് എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കും. നമ്മുടെ കമ്പനിയുടെ പേര് വർദ്ധിക്കും. ഇത് വെറും ഒരു ഇളമരമല്ല, ഇത് പണമരമാണ്. വെറും ഇളമരമല്ല, പണമരമാണ്. പാലക്കാട് മലബാർ സിമന്റ്സുമായി ബന്ധപ്പെട്ട് ഒരാൾ മരിക്കുമ്പോ, ശശീന്ദ്രന്റെ മരണം ഉണ്ടാകുമ്പോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോ അയാളുടെ ബോഡി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും. ഒട്ടിക വയറുമായി ഒരു മനുഷ്യൻ. പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ആകർഷണീയമായ പരസ്യം വേണം, ക്യാച്ചിയായ ക്യാപ്ഷൻസ് വേണം. ശശീന്ദ്രന്റെ സഹോദരൻ കൊല്ലപ്പെട്ടു. എങ്ങനെയാ കൊല്ലപ്പെടുന്നത്? ബസ് ഇടിച്ചിട്ടാണ്. അറിയാം നിങ്ങള്, ബസ് ഇടിച്ചിട്ട് മരിച്ചു പോകുന്നു ശശീന്ദ്രന്റെ സഹോദരൻ. അത് കൊലപാതകമാണ് എന്ന വാർത്ത വന്നു. പിന്നീട് ബസിന്റെ ഡ്രൈവർ ഈ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നു, വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, സുഖമായി ജീവിക്കുന്നു. ഒരു ഡ്രൈവർക്ക് ലഭ്യമാകാവുന്നതിനപ്പുറമുള്ള സൗകര്യങ്ങളോടെ. പിന്നീട് ഈ ഡ്രൈവർ ഭക്ഷണത്തിന് വിഷം ചേർന്നെന്ന പോലെ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. അഡ്വർടൈസ്മെന്റിന്റെയും ക്യാപ്ഷൻസിന്റെയും കുറെ മാർഗങ്ങൾ ചെയ്യും. അത് നോക്കിയിട്ട് എന്റെ കമ്പനിയുടെ പബ്ലിസിറ്റി കോൺട്രാക്ട് നിങ്ങൾക്ക് തരാം. അതോടൊപ്പം നിങ്ങളുടെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് എനിക്ക് വേണം. ഐ വാണ്ട് ടു നോ ഹൗ യു ആർ ഗോയിങ് ടു ഓപ്പറേറ്റ്. തന്റെ ഇംഗിതങ്ങൾക്ക് വേണ്ടി പണം മറിക്കാൻ കൂട്ടുനിൽക്കാത്തവനെ അവനെ ഒന്ന് ബഹുമാനിച്ച് വിട്ടേച്ചാ പോലെ.
അവനെ ഒന്ന് അവഗണിച്ചു വിട്ടേച്ചാ പോലെ കക്കാനുള്ളത് നിങ്ങൾക്ക് കക്കാനോ? എന്തിനാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നത്? എന്തിനാണ് ഈ മനുഷ്യന്റെ ജീവിതം മുഴുവൻ തകർക്കുന്നത്? എന്തിനാണ് അവന്റെ സഹോദരങ്ങളെ കുടുംബങ്ങളെ ഇങ്ങനെ ഭീകരമായി വേട്ടയാടുന്നത്? Take your own time. I want the best result. ജയലളിതയുടെ വരവായിരുന്നു ഒരു വരവ്. ഇനി ആ വരവ് കണ്ടില്ലെന്ന് വേണ്ട. അതുകൂടി കണ്ട് ഈ ആഴ്ചത്തെ കച്ചവടം അവസാനിപ്പിക്കാം. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? അതിലും വലിയൊരു കോവിലുണ്ടോ? കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ, കാണപ്പെടുന്നതാം ദൈവമല്ലേ അമ്മേ, അമ്മേ, അമ്മേ. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? അതിലും വലിയൊരു കോവിലുണ്ടോ? സർവവും മറക്കും കോടതിയമ്മ, സത്യപ്രഭതൻ സന്നിധിയമ്മ. സ്നേഹസാരം നീ തന്നെയല്ലേ, സ്നേഹസാരം നീ തന്നെയല്ലേ, സേവനഭാവം നിൻ പ്രാണനല്ലേ അമ്മേ, അമ്മേ. തിരുവാതിരയുടെ മുൻ എപ്പിസോഡുകൾ കാണാൻ ഒരൊറ്റ ക്ലിക്ക് മാത്രം മതി. ഇവിടെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒറ്റ ക്ലിക്കിലൂടെ സാധിക്കും. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.